നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫർ ആയോ, DD ആയോ, UPI ട്രാൻസാക്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. DD ആയും ട്രാൻസ്ഫർ ആയും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30 ലക്ഷം വരെ സേവിങ്സ് അക്കൗണ്ടിൽ വരാമോ, വരുന്ന എമൗണ്ട് മുഴുവൻ ട്രാൻസ്ഫർ ആയി തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി ക്യാഷ് ആയിട്ടൊന്നും എടുക്കണില്ല, ഡെപ്പോസിറ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം ട്രാൻസ്ഫർ മാത്രം. ഇതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം ഉള്ളത് 10 ലക്ഷം രൂപയൊക്കെ UPI ട്രാൻസാക്ഷൻ വഴി ഒരു വർഷം നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് ഡെപ്പോസിറ്റിനെ അപേക്ഷിച്ച് ഇതുപോലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇൻകം ടാക്സിന്റെ ഒരു പരിധിയിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ആ ഒരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ ഒരു വരുമാനവുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് എന്ന് കരുതുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഇൻവേർഡ് റെമിറ്റൻസിനും നിങ്ങളുടെ വരുമാനത്തിന്റെ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. QR കോഡ് വെച്ചിട്ട് ഒരുപാട് UPI ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഒരു തട്ടുകടക്കാരന് GSTയുടെ നോട്ടീസ് കിട്ടിയ കഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GSTയും അല്ലെങ്കിൽ ഇൻകം ടാക്സും ഒന്നും അത്ര വലിയ അകലത്തിലൊന്നുമല്ല. ഡെഫിനറ്റ്ലി ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഒരു വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ GSTന്നോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ ഒക്കെ നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ടാക്സുമായോ പേഴ്സണൽ ഫിനാൻസുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് ആയോ ടെക്സ്റ്റ് മെസ്സേജ് ആയോ അയക്കുക. ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.